ഫിനിഷ് വരുന്ന ഒരു ഫൗണ്ടേഷനാണ്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ആണ് റെസിപ്പി. രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സൂപ്പർ ഇൻഎക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 10 രൂപ മാത്രം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും പ്രോപ്പറായിട്ട് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാണിപ്പോൾ ഓൾറെഡി എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആണ്. സാധാരണ ഫൗണ്ടേഷൻ ഇടുന്നതിനേക്കാളും നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് നല്ല ഒരു ഗ്ലൈഡ് ആവുന്ന ഒരു ഫിനിഷാണ് കിട്ടിയേക്കുന്നത്. സോ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഈ ഒരു ക്രീമാണ് ഞാൻ ഇട്ടേക്കുന്നത്. നല്ലോണം ഇഷ്ടമായിട്ടോ. ഇത് ഞാൻ മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഇത് എത്ര കണ്ടങ്ങ് വർക്കാവും എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് എന്തായാലും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫാനായി മാറി. ഗൈസ്, ഒരു തവണ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അത്രയും സൂപ്പർ എഫക്റ്റീവാണ്. നല്ല ഒരു ടെക്സ്ചറാണ് ഈ ക്രീമിനുള്ളത്. സോ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക. ഞാനിവിടെ നിവ്യയുടെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ മീൻസ് പാക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിവ്യ സോഫ്റ്റിൻ്റെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ബേബി ക്രീം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യുന്ന ലോഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് കുറച്ചുകൂടെ ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇത് ഓൾറെഡി കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയതുകൊണ്ട് ഇത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ എടുക്കാം. ജെൽ ടൈപ്പ് അല്ലെങ്കിൽ വേറൊരു ടിൻറ്റിലുള്ളത് എടുക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. ഇതുവരെ ഒരു വീഡിയോസിലും ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ വൈറ്റ് ക്രീമാണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ വൈറ്റ് ക്രീം തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോ എന്ന്. ഞാൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ വൈറ്റ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലാക്മേയുടെ ലൂസ് പൗഡറാണ്. ഇത് പിങ്ക് കളർ ഒരു പൗഡറാണ് കേട്ടോ. അത് റോസ് പൗഡറായിട്ട് വരും. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ടിൻറ്റഡ് ആയിട്ടുള്ള പൗഡർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫൗണ്ടേഷൻ്റെ ആ ഒരു ഇത് കിട്ടുള്ളൂ. കുറച്ച് മാത്രം റോസ് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 10 രൂപയ്ക്ക് പോൺസിൻ്റെയും വേറെ ഏതൊക്കെയോ ബ്രാൻഡിൻ്റെ കുഞ്ഞി ടിൻറ്റഡ് പൗഡേഴ്സ് കിട്ടും. ബനാന ടോണിൽ വരുന്ന ബനാന പൗഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. ഇത് ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. കോമ്പാക്ട് പൗഡറാണ് കയ്യിലുള്ളതെങ്കിൽ അത് കുറച്ച് ചുരണ്ടിയിട്ട് ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ടിൻറ്റഡ് പൗഡേഴ്സ് എടുക്കുക. നല്ല ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് പൗഡർ യൂസ് ചെയ്യാം. കുറച്ച് മീഡിയം ആയിട്ടുള്ള യെല്ലോ അണ്ടർടോണുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ടിൻറ്റിൽ വരുന്ന പൗഡേഴ്സ് ഉണ്ടല്ലോ, ബനാന ടോണിൽ വരുന്ന പൗഡേഴ്സ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടെക്സ്ചർ. ആക്ച്വലി ഞാൻ അത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പെക്റ്റേഷൻസ് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്ത് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ശരിക്കും ഫാനായത്. എൻ്റെ ഫേസിൽ തന്നെ ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ എൻ്റെ പോർസൊക്കെ നല്ല രീതിയിൽ എടുത്ത് കാണിക്കും. ഇത് കുറച്ചുകൂടെ തിക്കാണ്. അതുകൊണ്ട് തന്നെ കാര്യം നമ്മൾ പൗഡർ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു ഗ്ലൈഡിങ് എഫക്റ്റാണ് തരുന്നത്. സോ എൻ്റെ പോർസൊക്കെ നല്ല രീതിയിൽ മിനിമൈസ് ആയതുപോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതിൻ്റെ ടെക്സ്ചറിനാണ് ഇത്രയും ഫാനായി മാറിയത്. ആക്ച്വലി നല്ല ഒരു കവറേജും തരുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഫൗണ്ടേഷൻ കയ്യിലില്ലാത്ത സമയത്ത് ഫൗണ്ടേഷൻ വാങ്ങാനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല രീതിയിലൊരു ഫൗണ്ടേഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിന് വേണ്ടിയിട്ട് ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഫൗണ്ടേഷൻ വാങ്ങിച്ച് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വർഷത്തിൽ 2-3 ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് വർക്ക് ആവും. നല്ല രീതിയിൽ എഫക്റ്റീവായ ഒരു ട്രിക്കാണ്. മേക്കപ്പ് ഇഷ്ടമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാര്യം ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇൻഎക്സ്പെൻസീവും കൂടെ ആണല്ലോ. അപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ എൻ്റെ ഒരു കുഞ്ഞി ടിന്നിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റ് ഫിനിഷാണ് തന്നേക്കുന്നത്. കണ്ടോ, എൻ്റെ സ്കിൻ എനിക്ക് തൊട്ടിട്ട് കൈ എടുക്കാൻ തോന്നില്ല. അത്രയും സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഗ്ലൈഡായി പോകുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ഇതൊന്നും എടുത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ,
നല്ല ലൈറ്റാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തേക്കുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ക്രീമായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. കണ്ടോ, നമ്മൾ കൈ വെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്ലൈഡ് ആയി, നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. ഇതുവരെ ട്രൈ ചെയ്ത മേക്കപ്പ് ഹാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണിത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതല്ല ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയാലും മതി. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് തന്നെ ധാരാളമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു പൗഡർ ഇട്ട് സെറ്റ് ചെയ്യുക. ചില സമയത്ത് നമുക്ക് നന്നായിട്ട് വേർക്കാണ്, നമുക്ക് പൗഡർ ഇടണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പൗഡറും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഇപ്പോൾ ഒന്ന് ഗ്ലോ ആയ മാതിരി തോന്നുന്നില്ല. ശരിക്കും മേക്കപ്പ് ചെയ്ത മാതിരി തോന്നുന്നു. എന്നാൽ നമ്മൾ ഇത്രയും ലൈറ്റായിട്ടുള്ള മേക്കപ്പാണ് ഇട്ടിട്ടുള്ളത്. ആക്ച്വലി ഞാൻ മുന്നത്തെ വീഡിയോസിലല്ല നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മേക്കപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മളത് എത്ര ലൈറ്റായിട്ട് ഇടുമോ അത്രയും നമ്മൾക്ക് നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് കളേഴ്സൊക്കെ ഫേസിൽ വെച്ചിട്ട് നമുക്കൊരു മേക്കപ്പ് മാത്രമേ എടുത്ത് കാണിക്കുള്ളൂ, നമ്മുടെ ഓൺ ബ്യൂട്ടി എടുത്ത് കാണിക്കത്തില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ബ്യൂട്ടി പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ വർക്കിംഗ് ആണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളും എന്നെ പോലെ ഇതിൻ്റെ ഫാനായിട്ട് മാറും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഏതെങ്കിലും കൈൻഡ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.